ഇതൊരു ചിക്കൻ ഫ്രൈ നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 1 കിലോ ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇടാം. ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. ഇനി ഉപ്പിടാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്ക് ഒരു അരമണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഏതാണെന്ന് നോക്കാം. ഞാൻ വേറൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് 1.5 ടീസ്പൂൺ അരിപ്പൊടി ഇടാം. ഒരു മുട്ട ഒഴിക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി ഇടാം. അര ടീസ്പൂൺ ഗരം മസാല ഇടാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇതിലോട്ട് ഇടാം. അതായത് ഒരു അരമണിക്കൂറായിട്ടുണ്ട്. അത് ഇതിലോട്ട് ഇടാം. സിമ്പിളായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്, പക്ഷെ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇത് ഇനി നമുക്കൊരു 15 മിനിറ്റോ ഒരു 20 മിനിറ്റോ എത്ര വേണമെങ്കിലും വയ്ക്കാം. ഫ്രിഡ്ജിൽ 1 മണിക്കൂർ വെച്ചിരുന്നാൽ എത്രയും നല്ലത്. ഞാനിവിടെ ഒരു 15 മിനിറ്റേ വെക്കുന്നുള്ളൂ. നമുക്ക് ഊണ് കഴിക്കാറായി. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് നോക്കാം. ഞാൻ അതിനായി ഒരു പാൻ അടുപ്പി വെച്ച് ചൂടായിട്ടുണ്ട്. നമുക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ഞാനൊരു 3 തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇടാം. നമ്മൾ ഫസ്റ്റ് ബാച്ച് ഇതിലിതായിട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് സിമ്മിലിട്ട് അടച്ചു വെച്ച് ആദ്യം ഒന്ന് ആവി കയറ്റി എടുക്കാം. ഒന്ന് തുറന്ന് നോക്കാം. ഒരു 20 മിനിറ്റ് ആവും. ഇനി ഇതാ നമുക്കൊന്ന് തിരിച്ചിടാം. ഫുള്ള് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇനി ഇതുപോലെ ഒരു 15 മിനിറ്റ് ഒന്ന് വേവിക്കാം. നമ്മൾ രണ്ടാമത് തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കോരിയെടുക്കാം. ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ ബാച്ച് ഇടാം. അടച്ചു വെച്ച് വീണ്ടും നമുക്ക് സിമ്മിലോട്ടിട്ട് നമുക്ക് രണ്ടാമത്തെ ബാച്ച് തിരിച്ചിടാം. നമ്മൾ സെക്കൻഡ് ബാച്ചിൻ്റെ കൂടെ ഇനി നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന അതുകൂടി ഇതിനകത്തോട്ട് നമുക്കിടാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്തിട്ടില്ല, തീ ഓണായി കിടക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഒരല്പം ഗരം മസാല ഇടാം. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിലോട്ട് മിക്സ് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മളെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഊണിന് സമയവുമായി. നമുക്കിനി ചോറ് വിളമ്പാം. ഞാൻ ചോറിനോടൊപ്പം അവിയലുണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ കാച്ചിൽ ഉടച്ച് വെച്ചതുണ്ട്, പാവയ്ക്ക മെഴുക്ക് പുരട്ടിയുണ്ട്, പിന്നെ ചൂര മീൻ കറി ഉണ്ട്. ഇനി നമുക്ക് ചിക്കനും കൂടെ ഇതിലോട്ട് വെച്ച് നമുക്ക് കഴിക്കാം. ഇനി എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ഇത് ഇങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഉള്ള ചിക്കൻ ഫ്രൈ അല്ല. നിങ്ങൾ പെട്ടെന്ന് നമുക്കൊരു ഗസ്റ്റ് വന്നാൽ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാൻ, നല്ല ടേസ്റ്റോട് കൂടി ഫ്രൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൈ ആണ്. ഓക്കേ, ബൈ ബൈ.